തരുൺ മൂർത്തിയുടെ മോഹൻലാൽ ചിത്രമായ തുടരും ഓരോ പ്രൊമോഷണൽ മെറ്റീരിയലുകൾ പുറത്തുവിടുമ്പോഴും ഒക്കെ പ്രേക്ഷകർക്കുള്ളിൽ പ്രതീക്ഷയേറിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിലറും പാട്ടുകളും വരുമ്പോഴേക്കും സാധാരണക്കാരനായ മോഹൻലാൽ എന്നതിലാണ് സോഷ്യൽ മീഡിയയുടെ ചർച്ചകൾ മുഴുവൻ. മലയാളികളുടെ നൊസ്റ്റാൾജിയ കൂടിയായ മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ വരുന്ന ചിത്രമെന്ന നിലയിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും. ദൃശ്യം പോലൊരു സിനിമ എന്ന് ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞതിന് ശേഷം ചിത്രത്തിലെ ജോണർ എന്താണെന്നും ചർച്ചയാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ തുടരും ഒരു ഫാമിലി ഡ്രാമയാണ് എന്ന് പറയാനാണ് തനിക്ക് താല്പര്യമെന്നാണ് സംവിധായകനായ തരുൺ മൂർത്തി പറയുന്നത്. തുടരും തിയേറ്ററുകളിലെത്താൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ സംവിധായകൻ തരുൺ മൂർത്തി ഒരു കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ആളുകളുടെ പ്രതീക്ഷയുടെ അമിത ഭാരമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, എനിക്കിതുവരെയും അങ്ങനെ ഒരു ഭാരം തോന്നുന്നില്ല. ഒരു നല്ല സിനിമ ചെയ്തു എന്ന വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ റിസോഴ്സസിനെയും അഭിനേതാക്കളെയും കൃത്യമായി ഉപയോഗിക്കാൻ പറ്റിയെന്നൊരു തോന്നലുണ്ട്. അതൊരു ഓവർ കോൺഫിഡൻസ് ആയല്ല പറയുന്നത്. തിരക്കഥയോട് നീതി പുലർത്തിയ ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നൊരു ആത്മവിശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കില്ലല്ലോ. ഓപ്പറേഷൻ ജാവ ചെയ്യുമ്പോഴും സൗദി വെള്ളയ്ക്ക് ചെയ്യുമ്പോഴും ഒരു നല്ല സിനിമ ചെയ്യാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഉള്ളിലുണ്ടായിരുന്നത്. ആ രണ്ട് സിനിമകളും കഴിഞ്ഞപ്പോഴുണ്ടായ സന്തോഷവും ആത്മവിശ്വാസവും തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു മോഹൻലാൽ ചിത്രമായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആകുലതകളില്ല. ട്രെയിലർ പുറത്തു വന്നു. ആ ട്രെയിലറിൽ തന്നെ ഒരു മൂഡ് ഷിഫ്റ്റ് ഉണ്ട്. ചർച്ചകളുണ്ടെങ്കിലും എന്താണ് ഈ ചിത്രത്തിൻ്റെ ജോണർ എന്ന് ഇതുവരെയും പറഞ്ഞില്ല. ഇനി പറയാമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഇത് ഒരു ഫാമിലി ഡ്രാമയാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പറേഷൻ ജാവയെ ത്രില്ലർ എന്ന് എല്ലാവരും പറയുമെങ്കിലും അതിൽ പ്രണയമുണ്ട്, ഫാമിലിയുണ്ട്, സൗഹൃദങ്ങളുണ്ട്. മൾട്ടി ജേണർ ചിത്രമാണത്. സൗദി വെള്ളയ്ക്കാണെങ്കിലും അത് കോർട്ട് റൂം ഡ്രാമയാണോ, സോഷ്യൽ സറ്റയറാണോ, അതോ ഡാർക്ക് ഹ്യൂമറാണോ എന്ന ചിന്തകളെല്ലാം വന്നേക്കാം. തുടരും മൾട്ടി ജോണേഡ് സിനിമ തന്നെയാണ്, പല ലെയറുകളിലുള്ള സിനിമയാണ്. പക്ഷേ സംവിധായകൻ എന്ന നിലയിൽ ഈ സിനിമയെ ഫാമിലി ഡ്രാമ എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൃശ്യം പോലെ ഒരു സിനിമ എന്ന് ലാലേട്ടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതിന് ശേഷമാണ് പ്രേക്ഷകർക്കിടയിൽ സിനിമയുടെ സ്വഭാവത്തെക്കുറിച്ച് പുതിയ വായനകൾ തുടങ്ങിയത്. അദ്ദേഹം അത് പറഞ്ഞത് ഒരു ഫാമിലി മാനായ ഗ്രൗണ്ടഡായ സാധാരണക്കാരനെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറെന്നോ മിസ്റ്ററി ത്രില്ലറെന്നോ അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് സമൂഹത്തോട് പറയാനുള്ള, ഞാൻ കുടുംബങ്ങളിൽ കണ്ടിട്ടുള്ള മർമ്മങ്ങളും ചില എക്സൈറ്റ്മെൻറ്റുകളും പറയുന്ന ഒരു സിനിമ. ഫീൽ ഗുഡ് സിനിമയല്ല എന്തായാലും. ത്രില്ലർ എന്നൊന്നും പറഞ്ഞ് ആളുകളുടെ പ്രതീക്ഷകൾ ഉയർത്താനുള്ള ഒന്നും ഈ ചിത്രത്തിലില്ല. ഒരു സംവിധായകൻ എന്ന നിലയിൽ ആ ഉറപ്പ് തരാം. ലാലേട്ടൻ്റെയും ശോഭന മാമിൻ്റെയും കുടുംബത്തിൻ്റെ ഒരു കഥ കേൾക്കാൻ വരൂ എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം കൂടെ നിൽക്കുന്ന ഒരു നിർമ്മാതാവിനെ ലഭിക്കുക എന്നതാണ്. പൂവ് ആഗ്രഹിച്ചപ്പോൾ പൂന്തോട്ടം കിട്ടിയ അനുഭവമായിരുന്നു രഞ്ജിത്തേട്ടൻ. ഏത് കാര്യത്തിലും എന്നേക്കാൾ മുന്നേ രഞ്ജിത്തേട്ടനുണ്ടാകും. അത് വലിയ പോസിറ്റീവായ അനുഭവം നൽകി. അതുപോലെ തന്നെയായിരുന്നു ഛായാഗ്രഹകനായ ഷാജി കുമാറിൻ്റെ സാന്നിധ്യവും. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക് കമ്പോസറായ ജേക്ക് ബിജോയുടേതാണ്.